Good morning. ഓക്കെ, ഇപ്പൊ നമ്മള് മൊഡ്യൂള് 3-ലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സില് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിയത്. അതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടോ? എല്ലാരും വായിച്ചു നോക്കിയായിരുന്നോ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മള് പല സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞത്. സേഫ്റ്റി ജനറൽ സേഫ്റ്റി റൂൾസുകൾ നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് സേഫ്റ്റി ഇൻ ട്രാഫിക്കില് നമ്മൾ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യൻസിന്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സേഫ്റ്റി അഗൈൻസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ്, ട്രിപ്പ് ആവാതെ പിന്നെ ഫോളോ ചെയ്യാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, ഇലക്ട്രിക് പരമായിട്ടുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ചാപ്റ്റർ എത്രയാണ് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ? 41 തന്നെയാണ് കിടക്കുന്നത്. ചാപ്റ്റർ 41 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് സെക്ഷൻ ഓക്കെ 41 തന്നെയാണ് കേട്ടോ. എല്ലാവരും പ്രിന്റ് എടുത്തിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രിന്റ് എടുത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത ക്ലാസ്സിലേക്ക് പ്രിന്റ് എടുത്ത് വെച്ചോളാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷ അല്ലെ? സുരക്ഷ. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്, ഹോസ്പിറ്റലിന് എങ്ങനെയൊക്കെ നഷ്ടം സംഭവിക്കാം. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന് ഏതൊക്കെ രീതിയിലൂടെ നഷ്ടം സംഭവിക്കാം, ലോസ് സംഭവിക്കാം. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്. അതിനകത്ത് കുറച്ച് പോയിന്റ് ആയിട്ട് തന്നേക്കുന്നേ നോക്കിയേ. ഫസ്റ്റ് വൺ, എംഫസൽമെന്റ് പിൽഫറേജ്. എംഫസൽമെന്റ് എന്ന് വെച്ചാൽ തട്ടിപ്പുകൾ. തട്ടിപ്പ് മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ അവിടെ. തട്ടിപ്പ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. ഇപ്പൊ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലൊക്കെ മോഷണം പോകാം ഹോസ്പിറ്റലിന്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ നടന്നിട്ട് കണക്ക് കാര്യത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ബില്ലിങ്ങിലോ ഒക്കെ എല്ലാ തട്ടിപ്പുകളൊക്കെ നടന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. എംഫസൽമെന്റ്, pilferage. Next, kickbacks and pollution equipment theft. Kickbacks എന്ന് വെച്ചാൽ കൈക്കൂലി കൊടുക്കൂലേ? നമ്മുടെ എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് നമ്മള് കൈക്കൂലി കൊടുത്ത് കാര്യം നേടുക എന്ന് പറയില്ലേ? അങ്ങനെ കൈക്കൂലി എന്നാണ് കിക്ക്ബാക്സ് എന്ന് പറഞ്ഞത്. ആൻഡ് പൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒത്തുകളി. എന്തെങ്കിലും ഒത്തുകളി ഒരുമിച്ച് ചേർന്നിട്ടൊക്കെ എന്തെങ്കിലും മോഷണങ്ങള് കാര്യങ്ങളൊക്കെ നടത്താം. പൊള്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്, ഒത്തുകളി മൂലം നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ മോഷണം നടത്താം. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. വ്യക്തിഗത സ്വത്ത് മോഷണം. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. Next, fourth point, payroll fraud and theft that include fraud in purchasing the time clock. Payroll fraud എന്ന് വെച്ചാൽ എന്താ? തട്ടിപ്പുകൾ, ശമ്പള തട്ടിപ്പ്. പേറോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ശമ്പള തട്ടിപ്പ്. ആൻഡ് തെഫ്റ്റ്, മോഷണങ്ങൾ വരാം. ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പർച്ചേസിംഗ് ദ ടൈം ക്ലോക്ക്. ടൈം ക്ലോക്ക് ഈ പഞ്ച് ചെയ്യുന്നതിൽ ഉൾപ്പെടെ ഉള്ള തട്ടിപ്പുകളും അതിനകത്ത് ഉൾപ്പെടുന്നു. ടൈം ക്ലോക്ക് പഞ്ച് ചെയ്യുന്നതില് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ചില തെഫ്റ്റ് മോഷണങ്ങളും സംഭവിക്കാം. അപ്പൊ പഞ്ചിങ് ടൈം കറക്റ്റ് നമ്മൾ ഇത്ര സമയത്ത് പഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ അത്രയും ഇതിനകത്ത് ജോലി കയറി ഇനി ലൈറ്റ് ആയിട്ട് വന്നിട്ട് ആ പഞ്ചിങ് ഇതിൽ എന്തെങ്കിലും തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് വരികയും ചെയ്യും. നമ്മുടെ അതിനകത്ത് അതിലൊരു ചെറിയൊരു തട്ടിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ശമ്പളം കിട്ടുകയും ചെയ്യും. അങ്ങനെയും സംഭവിക്കാന്ന് പറഞ്ഞു. ദാറ്റ് ഇൻക്ലൂഡ് ഫ്രോഡ് ഇൻ പർച്ചേസിംഗ് ദ ടൈം ക്ലോക്ക്. ടൈം ക്ലോക്ക് പഞ്ച് ചെയ്യുന്നതിലെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ചില തെഫ്റ്റ് മോഷണങ്ങളൊക്കെ വരാം.
നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് മോഷണം വരാം. ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരുപാട് എമൗണ്ട് അല്ലേ, ഒരു ദിവസം തന്നെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ വരും. അതിലിപ്പോ കുറച്ച് പൈസയൊക്കെ വേണമെങ്കിൽ എന്താ പറയാ, ഒരു മോഷണം സംഭവിച്ചാലും നമുക്ക് ആ കണക്കിൽ വല്ല ഇതൊക്കെ കാണിക്കോ അങ്ങനെയൊക്കെ ചെയ്തും അങ്ങനെ ക്യാഷ് മോഷണം സംഭവിക്കാം. ദാറ്റ് ഇൻവോൾവ്സ് ദ മെയിൻ ക്യാഷിയർ. ആരൊക്കെ ഉൾപ്പെടുന്ന മെയിൻ ക്യാഷിയർ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ക്യാഷ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മെയിൻ ക്യാഷിയറിന് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇത് നമുക്ക് മോഷണം സംഭവിക്കും. ഇത്രയും കാര്യങ്ങൾ ലക്ഷങ്ങളുടെ ഒക്കെ കണക്കുകൾ ഒരു ദിവസം വരുന്നതാണ്. അപ്പൊ അതിന് ചെറിയൊരു എമൗണ്ട് അവർ വേണമെങ്കിൽ ഒന്ന് ബില്ലിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. പിൽഫറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഷണം. ഓക്കെ, അപ്പൊ നോക്കിയ ക്യാഷ് തെഫ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ദ മെയിൻ ക്യാഷിയർ. മെയിൻ ക്യാഷിയർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സബ്സിഡിയറി ക്യാഷിയർ അതിന്റെ കീഴിൽ വരുന്നതാണ്. മെയിൻ ക്യാഷിയറിന്റെ കീഴിൽ വരുന്നതാണ് സബ്സിഡിയറി ക്യാഷിയർ. പിന്നെ മൂന്നാമത്തെ കഫറ്റീരിയ ക്യാഷിയർ. കഫറ്റീരിയ എന്ന് വെച്ചാൽ കഫേ പോലുള്ള ഭക്ഷണശാല. അപ്പൊ അവിടെയും എന്താ അവിടത്തെ ക്യാഷിയർ, കഫറ്റീരിയ ക്യാഷിയർ. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്യാഷ് തെഫ്റ്റുകളും സംഭവിക്കാം. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടം വരുത്തുന്ന കാര്യമല്ലേ. നെക്സ്റ്റ്, ഫ്രോഡ് ആൻഡ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. ഫ്രോഡ് ആൻഡ് പ്രാക്ടീസസ് വഞ്ചനാപരമായിട്ടുള്ള രീതികൾ. അവിടെ പർച്ചേസിങ്ങില് സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ പർച്ചേസിങ്ങില് വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താം. റിസീവ് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് ചില വഞ്ചനാപരമായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കാം, ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഫ്രോഡ് ആൻഡ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഫ്രോഡ് ഇൻ രജിസ്റ്റർ. രജിസ്റ്ററുകളില് ഫ്രോഡ് നടത്താം, തട്ടിപ്പ് നടത്താം. റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്, അതിനകത്ത് തന്നെയാണ് കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെ നമുക്ക് രജിസ്റ്ററില്, റെക്കോർഡുകളില്, ബില്ലിങ്ങില് ഒക്കെ നമുക്ക് എന്തെങ്കിലും തട്ടിപ്പൊക്കെ കാണിക്കാം. അങ്ങനെയും ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇതിനകത്ത് എത്ര പോയിന്റ്, 6 പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ് എന്ന് പറയുന്നത്. എംഫസൽമെന്റ്, പിൽഫറേജ്, കിക്ക് ബാക്സ് ആൻഡ് കൊളൂഷൻ, എക്യുപ്മെന്റ് തെഫ്റ്റ്, പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ്, ക്യാഷ് തെഫ്റ്റ്, ഫ്രോഡ് ഇൻ രജിസ്റ്റർ, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്, കമ്പ്യൂട്ടർ ഫ്രോഡ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതായത് ഫിസിക്കൽ സെക്യൂരിറ്റി അവിടെ വരുന്നത്. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ആന്തരിക നിയന്ത്രണപരമായിട്ടുള്ള രീതികൾ, കൺട്രോൾ ചെയ്യുന്ന രീതികൾ. ഇന്റേണൽ കൺട്രോളിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? അതായത് ഫിസിക്കൽ സെക്യൂരിറ്റി, ശാരീരികമായിട്ടുള്ള സുരക്ഷ, ഫിസിക്കൽ സെക്യൂരിറ്റി. അതിനകത്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. ഫസ്റ്റ് നോക്കി, പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൻസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ ആട്ടോ, INSTRUCTION. പുറത്തു നിന്നുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും, ഇൻസ്ട്രക്ഷൻസ് എന്നാണ് കേട്ടോ അവിടെ തിരുത്തുക. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൻസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഔട്ട്സൈഡ്, പുറത്തു നിന്നും വരുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളിൽ നിന്നും. ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, അതായത് അനധികൃതമായിട്ടുള്ള ചരക്കുകൾ, ഗുഡ്സ് എന്ന് വെച്ചാൽ ചരക്ക് നീക്കത്തിൽ നിന്നും ഒക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. പുറമേ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷനുകള് അതിനെതിരായിട്ട് നമ്മളപ്പോ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, ചരക്കുകളുടെ അനധികൃതമായ ചരക്ക് നീക്കത്തിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്. ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക. അതായത് ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്. വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്, വെൻഡേഴ്സ്.
അപ്പൊ അങ്ങനെ ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുക. ഡ്രൈവേഴ്സ് നമുക്ക് എല്ലാത്തിനും ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം വാഹനങ്ങളൊക്കെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് വരുന്നുണ്ട്. പല പല ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിനെയൊക്കെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പെർമിറ്റ് ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നവരെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തയുള്ള ആളുകളെയൊക്കെ നമ്മൾ വീണ്ടും അത് അവരുമായിട്ട് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക. ഒരുപാട് പേരെയൊക്കെ വിളിക്കാതെ നമുക്ക് അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക് ഡ്രൈവേഴ്സ്, അതുപോലെ കോൺട്രാക്ടർമാര്, വെൻഡേഴ്സ്, കച്ചവടക്കാര്, ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് വന്നേക്കുന്ന സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സ്റ്റാഫ്. അതൊരു ഇതാണ്. പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. നമ്മൾ കയറുന്ന സ്ഥലത്തേക്കൂടെ തന്നെ ഇറങ്ങണ ആ ഒരു ഇത് വരികയാണെങ്കിൽ നമുക്ക് എന്താ ഒരുപാട് അവിടെ ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് കയറുന്നവര് അല്ലെങ്കിൽ ഇറങ്ങുന്നവരും ഒക്കെ പ്രത്യേകം നോക്കാനൊന്നും നിരീക്ഷിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, കയറി പോകാനായിട്ട് എൻട്രി ഒരു വഴി കൂടെയും എക്സിറ്റ് വേറെ വഴി കൂടെയും കൊടുക്കാം. ഫോർ സ്റ്റാഫുകൾക്കുള്ള എൻട്രി പ്രത്യേകം കൊടുക്കാം. പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, പേഷ്യന്റിന് അവര് വിസിറ്റ് ചെയ്യുന്നവർക്ക്, വെൻഡേഴ്സ് കച്ചവടക്കാർക്ക്, ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റും പോയിന്റും കൊടുക്കാം. പിന്നെ സെയിൽസ് പേഴ്സൺ വേറെ കൊടുക്കാം. ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടറിനൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്. ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ് സൂക്ഷ്മമായി പരിശോധിക്കുക. ആൻഡ് ഗൈഡ്, പ്രത്യേക ഗൈഡ് കൊടുക്കുക അവർക്ക്. ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്. കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ നോൺ പേഷ്യന്റ്, നോൺ വിസിറ്റർ ട്രാഫിക്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അത് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യുക, അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുക, അതിന് വേണ്ട ഗൈഡ് കൊടുക്കുക, മേൽനോട്ടം ഒക്കെ കൊടുക്കുക. നോൺ പേഷ്യന്റ് അല്ലാത്തവർക്കിടെ, അതുപോലെ നോൺ വിസിറ്റേഴ്സ് അതിന്റെയൊക്കെ ട്രാഫിക്, അതിനെയൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിന് വേണ്ട ഗൈഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതെങ്ങനെയാ? സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്, കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ. നെക്സ്റ്റ് പ്രോഹിബിറ്റ്. പ്രോഹിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പ്രോഹിബിറ്റ് നിരോധിക്കുക. പ്രോഹിബിറ്റ് നിരോധിക്കുക. പെഡസ്ട്രിയൻ ട്രാഫിക്, കാൽനട ഗതാഗതം നിരോധിക്കുക. എവിടെയാ? ത്രൂ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ്, മോർച്ചറി എക്സിറ്റ്, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെഡസ്ട്രിയൻ ട്രാഫിക് പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പെഡസ്ട്രിയൻ ട്രാഫിക് പ്രോഹിബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, control vehicle like delivery trucks etc. and check outgoing vehicles. Control vehicle like delivery trucks, സാധനങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ഡെലിവറി. പെഡസ്ട്രിയൻ എന്ന് വെച്ചാൽ കാൽനട ഗതാഗതം, പെഡസ്ട്രിയൻ ട്രാഫിക് കാൽനട ഗതാഗതം. അപ്പൊ അതായത് അതിൽ കൂടെ ആളുകളെയൊക്കെ പാസ് ചെയ്യുന്നത് എന്താ പറയാ അനുവദിക്കാതിരിക്കുക, അതൊക്കെ തടയുക എന്നുള്ളത്. മോർച്ചറി എക്സിറ്റ്, അതൊക്കെ ഓരോ പ്രത്യേക സെക്ഷനാണ്. അപ്പൊ അതിൽ കൂടെ ഒക്കെ കോമൺ പാത്ത് കൊടുക്കാതെ ആ ഭാഗങ്ങളിലൊക്കെ കാൽനട ഗതാഗതം നിരോധിക്കുക.
Next, control vehicle like delivery trucks, etc. and check outgoing vehicles. Delivery truck, അതൊക്കെ അങ്ങനെ അതുമായിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകളായിട്ട് അധികം ഡീൽ ചെയ്യാതെ നമുക്കൊരു ഇപ്പൊ ഹോസ്പിറ്റലിലായിരിക്കും ഒരു നിശ്ചിതമായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് വിശ്വസ്തരായിട്ടുള്ളവര്, സ്ഥിരം ഡെലിവറി ചെയ്യുന്നവര്, അങ്ങനെയുള്ള വെഹിക്കിൾസ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചെക്കിംഗ് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്, പുറത്തേക്ക് പോകുന്ന വെഹിക്കിൾസ് ഒക്കെ ഇല്ലേ, ഹോസ്പിറ്റലിൽ നിന്നും എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന വെഹിക്കിള്, അതും എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ ഹോസ്പിറ്റലിന് കുറെ നമുക്ക് എന്താ ഒരു പ്രൊട്ടക്ഷൻ ആണ്, നഷ്ടം സംഭവിക്കാതെ ഹോസ്പിറ്റലിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Control vehicle like delivery trucks, etc. and check outgoing vehicles. Next, electronic surveillance of strategic and sensitive area through CCTV. Electronic surveillance of strategic. Strategic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രപ്രധാനമായിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളില്ലേ, പ്രധാനമായിട്ടുള്ള ഏരിയകള്, അങ്ങനെയുള്ള സെൻസിറ്റീവ് ഏരിയയിലൊക്കെ എന്താ CCTV വെക്കുക. അപ്പൊ നമുക്ക് കുറെ എന്താ ഇങ്ങനെയുള്ള മോഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിരിക്കാൻ നമുക്കറിയാം. പല ഇതിനിങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലും നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് നമുക്ക് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, അവിടെ CCTV വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ CCTV ക്യാമറകൾ വെക്കുക. അതും എന്താ നമ്മളെ ഹോസ്പിറ്റലിന്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. ലോക്കിംഗ് ഡിവൈസുകള്, അലാറം, ഇപ്പൊ നമ്മൾ അലാറം അടിക്കുന്ന രീതിയിലുള്ള ഇത് എന്തെങ്കിലും ഇപ്പൊ ആളുകളൊക്കെ വന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാലോ, അല്ലെങ്കിൽ ക്യാബിനിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ സെക്യൂർ ചെയ്തിരിക്കുന്ന പ്ലേസിലൊക്കെ മറ്റുള്ള ആളുകളൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ അറിയുന്ന രീതിയിലുള്ള അലാറംസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ലോക്കിംഗ് ഡിവൈസുകളൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുക. ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റംസ്. നെക്സ്റ്റ്, ഇഷ്യൂ വിസിറ്റർ പാസസ്. വിസിറ്ററിന് പാസ് അനുവദിക്കുക, ഇഷ്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് പാസ് ഉള്ളവര് മാത്രമേ കയറുള്ളൂ അല്ലെ. പാസ് കൊടുക്കുമ്പോൾ അപ്പൊ നമുക്ക് അങ്ങനെ പല ഹോസ്പിറ്റലിലും അങ്ങനെ പാസ് വെച്ചിട്ട് കയറുന്ന, ഇപ്പൊ എല്ലാവർക്കും കയറാനാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരുപാട് ആളുകളായിരിക്കും. അപ്പൊ ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പാസ് അനുവദിക്കുന്നത്. അപ്പൊ പാസ് ഉള്ളവർക്ക് മാത്രമല്ലേ, അല്ലെ പാസ് കയ്യിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് പാസുകളൊക്കെ അനുവദിക്കാം. Visitor passes. Issue visitor passes. പാസുകളൊക്കെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് വിസിറ്ററിന്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ ഓഫ് കീ. കീകളുടെ പ്രശ്നത്തിനുള്ള ഒരു നടപടിക്രമം സ്വീകരിക്കുക. കീകള് ഓരോന്നും ലോക്ക് ചെയ്തിട്ടുള്ള കീകളില്ലേ, ആ കീകളുടെ ഇഷ്യൂസും ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ഒരു നടപടിക്രമം ഒക്കെ സ്വീകരിക്കുക. ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂസ് കീകൾ. കീകൾ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള അംഗീകാരം നൽകണം. അപ്പൊ ഓതറൈസേഷന്റെ അനുമതിയോട് കൂടി തന്നെ നമ്മൾ കീകളൊക്കെ ഇഷ്യൂ ചെയ്യുക. എല്ലാവർക്കും ഒന്നും കൊടുക്കാതെ അതിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ഒക്കെ ഓരോന്നും ലോക്ക് ചെയ്തിട്ടുള്ള കീകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂസ് കീ. കീ ഇഷ്യൂ ചെയ്യുന്നതിന് ഓതറൈസേഷൻ, അനുമതി അത്യാവശ്യമാണ്. ഓതറൈസേഷന്റെ അനുമതിയോട് കൂടി തന്നെ കീകൾ ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ് ഫോർ സ്റ്റാഫ് എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് ലോക്കറുകൾ കൊടുക്കാം, പിന്നെ ലോക്കബിൾ ക്യാബിനറ്റുകൾ കൊടുക്കാം. അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ. ഹോസ്പിറ്റലിനൊക്കെ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റാഫിനൊക്കെ ലോക്കറുകളും ലോക്കബിൾ ക്യാബിനറ്റ്സുകളും കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്? എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ് അതിന് എതിരായിട്ട് നമുക്ക് ലോക്കറുകളും ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സുകളും
പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾ. പേഷ്യൻസിന്റെ വില പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് എന്തെങ്കിലും ഒരു സേഫ്റ്റി കൊടുക്കുക. പേഷ്യൻസിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിനൊക്കെ ഒരു സുരക്ഷിതമാക്കി വെക്കുക. അപ്പൊ അവർക്ക് വേണമെങ്കിൽ പ്രത്യേകം ക്യാബിനൊക്കെ കൊടുക്കോ അല്ലെങ്കിൽ ലോക്കേഴ്സ് ഒക്കെ അലൗ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, പേഷ്യൻസിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ, ഒരു നടപടിക്രമം ഒക്കെ ഉണ്ടാക്കുക. നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അപകടമൊക്കെ വരൂലേ, അപ്പൊ അതൊക്കെ അറിയിക്കുന്ന രീതിയിലുള്ള സ്വിച്ചുകൾ ഉൾപ്പെടെയുള്ള സ്വിച്ചുകൾ വെക്കുന്നതാണ് പാനിക് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ആർക്ക് വേണം? കാഷ്യറിന്. അപ്പൊ അങ്ങനെ പാനിക് ബട്ടനോട് കൂടിയ ഒരു ക്യാബിൻ, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ കാഷ്യറിന് കൊടുക്കാം. അപ്പൊ അവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള മോഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കാഷ്യറിന് ആ പാനിക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്കത് മറ്റുള്ളവരെയൊക്കെ അറിയിക്കാം. അങ്ങനെ ഒരു സെക്യൂർഡ് ക്യാബിൻ കൊടുക്കുക. സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. പാനിക് ബട്ടണോട് കൂടിയ ഒരു ക്യാബിൻ കൊടുക്കുക. സെക്യൂർഡ് ക്യാബിൻ ഈ കാഷ്യറിന് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് തന്നേക്കുന്നത്, പ്രൊവൈഡ് റോൾ ഓഫ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽ അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ് ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. രാത്രി കാലങ്ങളിലുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റോൾ ഓഫ് ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രില്ലൊക്കെ ഇടൂലേ, ഷട്ടറൊക്കെ ഇടൂലേ, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാന്ന് പറയുന്നത്. പ്രത്യേക രാത്രി കാലങ്ങളിൽ എല്ലാവരും ഓടി വേഗം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് അടയ്ക്കുക. അപ്പൊ വന്ന് ആ സെക്യൂരിറ്റിയുടെ പെർമിഷനോട് കൂടി മാത്രമേ അതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. ഇവിടെ എന്നിട്ട് ഒരു ബെല്ലും വെക്കുക. ഓക്കെ, മിക്ക ഹോസ്പിറ്റലിലൊക്കെ ഇല്ലേ ഷട്ടർ ഇടൂലേ, ഇവിടെ റോൾ ഓഫ് ഷട്ടേഴ്സ് ഗ്രില്ലുകൾ വെച്ചിട്ടുണ്ടാവും. ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ആ ഗ്രില്ല് അവിടെ ഇടും, റോൾ ഓഫ് ഷട്ടേഴ്സ്. അങ്ങനെ പൊക്കുന്ന രീതിയിലുള്ള ഷട്ടറുകൾ, റോൾ ചെയ്യുന്ന രീതിയിലുള്ള, മടക്കി വെക്കുന്ന രീതിയിലുള്ള ഷട്ടറുകള്, ഗ്രില്ലുകളൊക്കെ കൊടുക്കാം. അതെങ്ങനെയാ? അത് സ്ട്രാറ്റജിക് പ്ലേസ്, പ്രാധാന്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ റോൾ ഓഫ് ഷട്ടേഴ്സോ ഗ്രില്ലുകളോ കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാ? നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ അല്ലെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് നോക്കാം നിങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ വന്നേക്കുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ അങ്ങ് കഴിയും. ഇതിന്റെ ഫസ്റ്റ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ആദ്യത്തെ ഒരു സെക്ഷനിൽ നിന്നൊക്കെയാണ്. അതിനകത്ത് ഇപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, അല്ലെങ്കിൽ സേഫ്റ്റി ജനറൽ സേഫ്റ്റി റൂൾസ്, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു സെക്ഷൻ നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അപ്പൊ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സേഫ്റ്റി എഗൻസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കുക. അപ്പൊ പോയിന്റ് ഔട്ട് നിങ്ങൾ ഓരോന്നും വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ സെക്യൂരിറ്റി ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തന്നെ പ്രത്യേകം പഠിച്ചു പോവുക. ഈ സെക്ഷനിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് മൊഡ്യൂളില്, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് അധികം ലെങ്തി ഉള്ള ചാപ്റ്റർ ഒന്നും അല്ലായിരുന്നു, ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. 1-2 ചാപ്റ്റർ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒത്തിരി വലുതെന്ന് പറയാനായിട്ട്. ഈ തേർഡ് ഫോർത്ത് മൊഡ്യൂൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അത് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസും നമുക്ക് വെച്ച് പറഞ്ഞ് അങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള അധികം ടൈം അവിടെ കിട്ടില്ല. 20 പേജ് 18 16 പേജ് അത്രയൊക്കെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി വരുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിലൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ആ ഏരിയകൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതൊക്കെ രീതിയിലൂടെ ലോസ് സംഭവിക്കാം, ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്. ഓക്കെ,
ഇനി ഇത് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കിയേ, മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറൽ സെക്യൂരിറ്റി. പ്രൊസീജിയർ നടപടിക്രമ സുരക്ഷകള്, പ്രൊസീജിയറൽ സെക്യൂരിറ്റി. ഇനി എന്തൊക്കെയാന്ന് നോക്കിയേ, എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? സ്ഥാപിക്കുക, സ്ഥാപിക്കുക. സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ എംപ്ലോയീസ്. സർവീസ് റൂളുകൾ, അതിൽ ഓരോ നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാവുമല്ലോ, റൂൾസുകൾ, അത് സ്ഥാപിക്കുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക? എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നമുക്ക് ഒരു പരിധി വരെ ഒരു സെക്യൂരിറ്റിക്ക് എന്താ പറയാ, അതിനെ നമ്മള് കൺട്രോൾ ചെയ്യാൻ, സുരക്ഷ ഉറപ്പാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണത്. റൂളുകള്, സർവീസ് റൂളുകള് സ്ഥാപിക്കുകയും അത് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. സെക്കൻഡ്, എസ്റ്റാബ്ലിഷ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. പോളിസികളും പ്രൊസീജിയറുകളും നടപടിക്രമങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ സ്ഥാപിക്കുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ് കമ്മിറ്റി. കമ്മിറ്റികൾ സ്ഥാപിക്കുക. ഏതൊക്കെയാ? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇങ്ങനെയുള്ള കമ്മിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ പർച്ചേസിംഗ് എല്ലാം പർച്ചേസ് കമ്മിറ്റിയുടെ കീഴിൽ വരും. അപ്പൊ ആ ഒരു സെക്ഷൻ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്ന അവരായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കമ്മിറ്റികളായിട്ട് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ട് ഒരു ഇത് നോക്കുന്നതിന് പകരം ഓരോ കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ പർച്ചേസിംഗിന്റെ കാര്യങ്ങളൊക്കെ അത് പർച്ചേസ് കമ്മിറ്റിയുടെ കീഴിൽ വരും. അപ്പൊ ആ ഒരു പ്രത്യേക ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഓക്കെ, ഫാർമസി തെറാപ്യൂട്ടിക് ഫാർമസി ആയിട്ട് മരുന്നുകള്, അതിന്റെ നമ്മള് ലോഡ് ചെയ്യുന്ന അൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫാർമസി കമ്മിറ്റി വരാം. അപ്പൊ മരുന്നുകളുടെ സെക്ഷനൊക്കെ അതിലേക്ക് പോകും. ഹോസ്പിറ്റലിലേക്ക് വേണ്ട മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ പർച്ചേസ് കമ്മിറ്റിയുടെ കീഴിൽ വരും. പിന്നെ തെറാപ്യൂട്ടിക് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റി. അങ്ങനെ പ്രത്യേകം കമ്മിറ്റികള് രൂപീകരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽ, പർട്ടിക്കുലർലി റിസീവിംഗ് ഫങ്ഷൻസ്. എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം സ്ഥാപിക്കുക. ഉത്തരവാദിത്തം സ്ഥാപിക്കുകയും ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ്. ഹോസ്പിറ്റലിലെ സപ്ലൈകളുടെ ഓവർഫ്ലോ. അപ്പൊ നമുക്കത് കറക്റ്റ് കണക്കിനനുസരിച്ചുള്ള സപ്ലൈ ചെയ്താൽ മതി, മെറ്റീരിയൽസുകളൊക്കെ ആണെങ്കിലും. അപ്പൊ അതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ഓവർഫ്ലോ ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽ. ഹോസ്പിറ്റൽ സപ്ലൈകളുടെയും മെറ്റീരിയലുകളുടെയും ഒക്കെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. പർട്ടിക്കുലർലി റിസീവിംഗ് ഫംഗ്ഷൻ, പ്രത്യേകിച്ച് സ്വീകരിക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ, റിസീവിംഗ് ഫംഗ്ഷനോ ആയിട്ട് ഉള്ള ഒരു ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. നമുക്ക് അതിന് കറക്റ്റ് കണക്കിനനുസരിച്ചുള്ള മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ മതിയാവുമല്ലോ. അതിന്റെ എക്സ്ട്രാ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്തത് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് ഇവിടേക്ക് നമ്മൾ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻവെന്ററി കൺട്രോൾ, വിവര പട്ടികകള്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ, വിവര പട്ടികകളൊക്കെ പ്രൊസീജിയർ നടപടിക്രമം, വിവരപ്പട്ടികകളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരിക. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയ്ക്കൊക്കെ ആയിട്ട് ഇപ്പൊ റിക്വസിഷന് വേണ്ടിയിട്ടുള്ള, പർച്ചേസിന് ഇന്റന്റ് കരാറ് അല്ലെങ്കിൽ ഉടമ്പടി ആണ് ഇന്റന്റ് എന്ന് പറയാം. INDENT കരാറ് അല്ലെങ്കിൽ ഉടമ്പടി.
സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയൊക്കെ ആയിട്ട് നന്നായി രൂപപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവരിക. എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ. Establish well-formulated procedure for എന്തിനൊക്കെ വേണ്ടിയാ? Requisition, purchase, intent, കരാറ്, supply and distribution. Last point, conduct surprise checks of all departmental inventories. സർപ്രൈസ് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുക. Conduct surprise check of all ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെന്ററി വിവര പട്ടികകളുമായിട്ട് ബന്ധപ്പെട്ട സർപ്രൈസ് ചെക്ക് കണ്ടക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ ഇന്ന ദിവസം ഇത് സൂപ്പർവിഷനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കണക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി വെക്കും അല്ലെ. അത് പെട്ടെന്ന് ഒരു സർപ്രൈസ് ചെക്ക് നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള സർപ്രൈസ് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുക. Of all departmental inventories. എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ് വിവിധ പട്ടികകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർപ്രൈസ് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുക. ഇത്രയൊക്കെ പ്രൊസീജിയർ സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. ഏതൊക്കെയാ? എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദം ഓൾ എംപ്ലോയീസ്. എസ്റ്റാബ്ലിഷ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എസ്റ്റാബ്ലിഷ് കമ്മിറ്റി, കമ്മിറ്റികൾ രൂപീകരിക്കുക. എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈ ആൻഡ് മെറ്റീരിയൽസ്. പിന്നെ അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എന്നിവയായിട്ട് ഒക്കെ ഉള്ള ഒരു വെൽ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. ലാസ്റ്റ് പറഞ്ഞേക്കുന്ന കണ്ടക്ട് സൂപ്പർവൈസ് ചെക്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ് പട്ടികകളുമായിട്ട് ബന്ധപ്പെട്ട് സർപ്രൈസ് ചെക്കുകൾ കണ്ടക്ട് ചെയ്യുക. ഇത്രയാണ് പ്രൊസീജിയർ സെക്യൂരിറ്റിയിൽ വരുന്നത്. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കാം കേട്ടോ. നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക്. ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ നമ്മുടെ. ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ വലിയ ചാപ്റ്റർ എടുക്കണ്ടല്ലോ എന്ന് എഴുതി ഫസ്റ്റ് നമ്മൾ ചെറിയ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടി എന്താണ് ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് ആണ്. അതൊക്കെ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാർക്കറ്റിംഗ് അടുത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും. നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 10 ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് തരുന്നില്ല. ക്വസ്റ്റ്യൻ മാത്രം മതിയോ? ആൻസർ വേണ്ടല്ലോ. ആൻസർ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോടില്ലേ ആൻസർ? അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് പ്രിന്റഡ് നോട്ടൊക്കെ ഒന്ന് വായിക്കുകയും ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ തരുമ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ എന്ന് നമ്മൾ പറഞ്ഞില്ല. ആദ്യത്തെ ജനറൽ സേഫ്റ്റി റൂൾസ്, അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എഴുതുന്നില്ല കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾ ആ ആദ്യത്തെ സെക്ഷനിൽ ആ പോയിന്റ് ഔട്ട്, ആ പോയിന്റ് എല്ലാം വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. അതിനി ഓരോന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരുന്നില്ല. അതിനകത്ത് നമ്മൾ കുറച്ചൊക്കെ മോക്ക് ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത് ഇങ്ങനെയാണ് ആ സെക്ഷനിൽ നിന്ന് വരുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജനറൽ സേഫ്റ്റി റൂൾസ്. എന്നിട്ട് കുറച്ച് പോയിന്റ്സ് തരും. അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെ, അല്ലെങ്കിൽ ജനറൽ സേഫ്റ്റി റൂൾസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയെന്നും ചോദിക്കാം. ആ ഒരു സെക്ഷനിൽ ഞാൻ തരുന്നില്ല കേട്ടോ. ഓക്കെ, കുറച്ച് 1 വേർഡ്സ് എഴുതാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. റൈറ്റ് വേ, ശരിയായ വഴിയിലൂടെ. റൈറ്റ് വേ, RIGHTWAY, റൈറ്റ് വേ ടു ഡു എ ജോബ്. റൈറ്റ് വേ ടു ഡു എ ജോബ് in the hospital. Right way to do a job in the hospital is the dash way.
right way to do a job in the hospital is the dash way. Okay, next one, second question. To be physically and emotionally fit and emotionally, IMOTIONALLY, emotionally fit, your work, physically and emotionally fit your work by maintaining dash. To be physically and emotionally fit your work by maintaining dash. Okay, third question. Always use ALWAYS. Always use dash. Always use dash. Stairway of ramps. എൽമ ഇവിടെ ആൻസർ ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താ പറയാ, നിങ്ങൾ ആൻസർ മെസ്സേജ് ചെയ്തിട്ടുമ്പോ മറ്റുള്ളവര് ചിലപ്പോ വായിക്കൂല. അതൊരു പ്രശ്നമാണ് കേട്ടാ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ നിങ്ങൾ മനസ്സിൽ വെച്ചോ, ബാക്കിയുള്ളവര് അറിയില്ലാത്തവര് അത് വായിച്ച് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അവരാ പ്രിന്റ് നോട്ട് ഒന്ന് വായിക്കുകയും ചെയ്യല്ലോ. ഓക്കെ, എൽമ വെടിക്കുകയാണ്, അതുകൊണ്ടാണ് വേഗം ആൻസർ മെസ്സേജ് ചെയ്തിട്ടത്. അത് ഓക്കെ, പക്ഷെ അറിയില്ലാത്തവര് അവര് കണ്ടുപിടിക്കണ്ടേ, അവര് ഒത്തിരി കഷ്ടപ്പെടണ്ടേ. ഓക്കെ, നിങ്ങളൊന്ന് ആ പ്രിന്റ് നോട്ട് ഒന്ന് വായിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആൻസർ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതങ്ങോട്ട് എഴുതി വെക്കും. പിന്നെ അത് നിങ്ങൾ എവിടെയാണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ പറഞ്ഞേ. ഓൾവേസ് യൂസ് ഡാഷ് always use dash stairway of ramps. Stairway, STAIRWAYS, stairways of ramps. ഇവിടെ എന്ത് യൂസ് ചെയ്യണമെന്നാ നമ്മൾ പഠിച്ചത് എഴുതാട്ടോ. ഓൾവേസ് യൂസ് ഡാഷ് stairway of ramps. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. Ask the patient to use dash to have a bedpan or urinal. Ask the patient to use dash to have a bedpan or urinal. അവിടെ എന്ത് ഉപയോഗിക്കണം എന്നാണ്, പേഷ്യന്റിനോട് എന്ത് യൂസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Take vehicle through dash. Take vehicle through a dash. Take vehicle through a dash. ഏതിൽ കൂടെ പോകണം, ഏതിൽ കൂടെയാണ് വെഹിക്കിൾസ് പോകണ്ടേ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Always use dash. Always use dash. Always use dash while walking up or down. Walking up or down the stairs. Always use dash while walking up or down the stairs. Up or down the stairs. Okay, next question.
ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാൻ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് ഡാഷ്. ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് ഡാഷ് to have a bedpan or urinal. To have a bedpan or urinal. Okay, pan or urinal. Next question. Prevent, P-R-E-V-E-N-T, prevent, തടയുക, prevent dash ഇപ്പോൾ സെവൻത് ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. പ്രിവെന്റ് ഡാഷ് നിയർ സ്വിച്ചസ്, comma wiring appliances, switches, comma wiring appliances for safety. പ്രിവെന്റ് ഡാഷ് എന്ത് തടയാനാ പറഞ്ഞേക്കണേന്ന് കേട്ടോ. പ്രിവെന്റ് ഡാഷ് നിയർ സ്വിച്ചസ്, സ്വിച്ചുകള്, നിയർ സ്വിച്ചസ്, കോമ വയറിംഗ് അപ്ലയൻസസ് ഫോർ സേഫ്റ്റി, ഫോർ സേഫ്റ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. When connecting and disconnecting, when connecting and disconnecting equipment, when connecting and disconnecting equipment, turn, T-U-R-N, turn the on-off switches, turn the on-off switches to dash position, to dash position. When connecting and disconnecting equipment, turn the on-off switches to dash position. Okay. Next. Next question. Seventh question ആണോ? Seventh question ഏതാ? Prevent dash near switches, wiring appliances for safety. Prevent dash near switches, wiring appliances for safety. പിന്നെ eighth question പറഞ്ഞത് when connecting and disconnecting equipment, turn the on-off switches, turn the on-off switches to dash position. Okay, ninth question. Secured cabin, secured cabin, secured cabin for cashier, for cashier with a dash button. Secured cabin for cashier with a dash button. Last question, 10th question. Electronic surveillance, electronic
Electronic surveillance. SURVEILLANCE. Electronic surveillance of strategic പ്രധാനമായ strategic 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 and sensitive area. Strategic and sensitive area through dash. അവിടെ എന്ത് വെക്കണം എന്നാ പറഞ്ഞേക്കണേ കേട്ടോ. Electronic surveillance of strategic and sensitive area through dash. Okay. ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നാളത്തേക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ എല്ലാവരും ഒന്ന് വായിച്ച് കണ്ടുപിടിക്കുക കേട്ടോ. Second question. To be physically and emotionally fit. To be physically and emotionally fit. Your work by maintaining dash. By maintaining dash. Third question. Always use dash. Always use dash. Stairway of ramps. Stairway of ramps. Okay. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾ ആരും പ്രിന്റ് എടുത്തിട്ടുണ്ടാവില്ല. അത് നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഒരുപാട് ടൈം ഒന്നും കളയാനില്ല. ഇനി തേർഡും ഫോർത്തും മൊഡ്യൂള് വേഗപ്പോ നമുക്ക് എന്താ പറയാ, നമുക്ക് മറ്റേതുപോലെ നമുക്ക് ചാപ്റ്റേഴ്സ് ഇത്തിരി കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം കളയാനില്ല. അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിടാം കേട്ടോ. പുതിയ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ്. കേട്ടിട്ടില്ലേ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് കേട്ടിട്ടില്ലേ? മാർക്കറ്റിംഗ് ഇതിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമായിട്ടുള്ളതല്ല കേട്ടോ. ജനറൽ ആയിട്ട് നമ്മൾ ആ ഒരു വ്യൂവില് നിങ്ങൾ ഇത് കാണണം. മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിപ്പോ നിഷ മിസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതൊക്കെ നമ്മൾ എന്താ പറയാ, ജനറൽ ആയിട്ട് പൊതുവെ പബ്ലിക് റിലേഷൻസ് അങ്ങനെ കുറച്ചൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മള് പൊതുവായിട്ടുള്ള ഇതൊക്കെയാ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പുതിയ ചാപ്റ്റർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ. ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാ കേട്ടോ. മാർക്കറ്റിംഗ്. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പ്രിന്റ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ വെറുതെ ഒന്ന് നോക്കുന്നുള്ളൂ. മാർക്കറ്റിംഗ് എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞേ? മാർക്കറ്റിംഗ് ഒക്കെ ആരെങ്കിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? കൊമേഴ്സ് ഇതൊക്കെ പഠിച്ചവര് മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ?
മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്, ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് അത് കൺസ്യൂമറിലേക്ക്, അത് കൺസ്യൂം ചെയ്യുന്ന വാങ്ങുന്ന ആള് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പൊ അതിന് പല സ്റ്റെപ്പ് ഉണ്ട്, ഒറ്റയടിക്ക് തീരുന്ന ഒരു പ്രോസസ് അല്ല, അത് പല സ്റ്റെപ്സിലൂടെയാണ് മാർക്കറ്റിംഗ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. സിമ്പിൾ ആയിട്ട് എന്താ പറയാ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് അത് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് പീപ്പിൾ involved in the flow of goods and services from producer to consumer. നോക്കിയേ, ഫസ്റ്റ് 3 പോയിന്റ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കിയേ, it is the performance of business activities that manage the flow of goods and services from the producer to the consumer or യൂസർ. കൺസ്യൂമർ തന്നെയാണ് യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഒരു കൺസ്യൂമറിലേക്കോ അല്ലെങ്കിൽ ഒരു യൂസറിലേക്കോ ഉള്ള ഗുഡ്സിന്റെയും സാധനങ്ങളുടെയും അല്ലെങ്കിൽ സേവനങ്ങളുടെയൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഒഴുക്ക്, അതിന്റെ ഒരു ഫ്ലോ നിയന്ത്രിക്കുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഒരു പ്രകടനമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ, ഡെഫിനിഷൻ ആയിട്ടൊന്നും പഠിക്കണ്ട, എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ ഓർ യൂസർ. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കോ അല്ലെങ്കിൽ ഒരു യൂസറിലേക്കോ ഉള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും ആ ഫ്ലോ അത് നിയന്ത്രിക്കുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഒരു പ്രകടനമാണ് മാർക്കറ്റിംഗ്. പെർഫോമൻസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്ക് നോക്കിയേ, it is the development and the systematic distribution of goods and services for selected consumer segment. ഒരു സെലക്റ്റഡ് സെഗ്മെന്റിന് കൺസ്യൂമർ വിഭാഗത്തിന് വേണ്ടിയുള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും ഒരു ചിട്ടയായിട്ടുള്ള ഇതാണ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ചിട്ടയായിട്ടുള്ള വികസനവും വിതരണവുമാണ് മാർക്കറ്റിംഗ്. Okay, ഒന്നുകൂടി, it is the development and systematic distribution of goods and services for selected consumer segment. ഒരു സെലക്റ്റഡ് കൺസ്യൂമർ വിഭാഗത്തിനായിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും വികസനവും ചിട്ടയായിട്ടുള്ള വിതരണവുമാണ് മാർക്കറ്റിംഗ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ of its exchange relations with its various market. മാർക്കറ്റ് എന്നത് വിവിധ മാർക്കറ്റുകളുടെ വിവിധ വിപണികളുമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റുകളുടെ വിനിമയ ബന്ധങ്ങളുള്ള ഒരു ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് by an organization of its exchange relation with its various market. പല മാർക്കറ്റുമായിട്ട് വിപണന ബന്ധമുള്ള ഒരു ഓർഗനൈസേഷന്റെ ഫങ്ഷണൽ മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് മൂന്നും ഒരു ഡെഫിനിഷൻ എന്നുള്ള പോലെ 3 ഇത് തന്നേക്കുന്ന കേട്ടോ മാർക്കറ്റിംഗിന്റെ. ഇനി പറഞ്ഞേക്കുന്ന നോക്കി, മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ഫണ്ടമെന്റലി ദ സെയിം ആസ് ദാറ്റ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും പോലെ ഏതെങ്കിലും ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന് ഏതൊരു തുല്യമാണെന്ന്.
ഹോസ്പിറ്റലിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലും എന്താണ് അത് എല്ലാം എന്താ പറയാ ഫണ്ടമെന്റലി മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും പോലെ തന്നെ അതുപോലെ തന്നെ തുല്യമുള്ളതാണ്. ഈ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബട്ട് മാർക്കറ്റിംഗ് ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് ആൻ അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇപ്പോഴും ഒരു ആരോഗ്യ സംരക്ഷണം പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അനൗപചാരിക ഒരു അനാചാരപരമായിട്ടുള്ള ഒരു രീതിയായിട്ട് അൺഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു അനാചാരമായിട്ടുള്ള ഒരു രീതിയായിട്ട് മാർക്കറ്റിംഗ് കണക്കാക്കുന്നു. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആക്കാം, അത് ഇന്ന രീതിയിലാവണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതൊരു പ്രത്യേക ഒരു നിയമത്തെ മുറുകി പിടിക്കുന്നില്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ആകാം, അതൊരു പ്രത്യേക നിയമത്തെ അവിടെ മുറുകെ പിടിക്കുന്നില്ല. ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, അതിന് പ്രത്യേക റൂൾസ് അങ്ങനെയില്ല, എങ്ങനെ വേണമെങ്കിലും ആകാം മാർക്കറ്റിംഗ്. അതാണ് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. ബട്ട് മാർക്കറ്റിംഗ് ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് ആൻ അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. എന്നാൽ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഹെൽത്ത് കെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അനാചാരമായിട്ടുള്ള രീതിയായി കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ആകാം, അതൊരു പ്രത്യേക നിയമത്തെ മുറുകെ പിടിക്കുന്നത് അല്ല. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻ, തെറ്റിദ്ധാരണകള്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഈസ് ജസ്റ്റ് സെല്ലിംഗ്, ഒരു വിൽപ്പന മാത്രമാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് സെല്ലിംഗ് മാത്രമാണ്. അതൊരു തെറ്റായ ധാരണയാണ്. മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇവിടെ ഞാൻ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്തിടുക അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറയുന്നത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് ഇത് പിന്നെയും വലിയ കുഴപ്പമില്ല. ഇനിയൊക്കെ അടുത്ത ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി സെന്റൻസ് നമ്മൾ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു പ്രത്യേക നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു പോവുക കേട്ടോ. ഫുള്ള് കാണാതെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ കേട്ടോ. പ്രത്യേകം ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പൊ സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസിലെ ഒരു ഫങ്ഷൻ മാത്രമാണെന്ന് കണ്ടോ. സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താ? മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻ, പല ഫങ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ പല ഫങ്ഷനുകളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് വിൽപ്പന, സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻ. ഇതും അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. നോക്കിയേതൊക്കെയാ? മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻ ലൈക്ക് നീഡ് അസസ്മെന്റ്, ആവശ്യകത വിലയിരുത്തുക. നമ്മളിപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള എന്താണ് ആവശ്യം അതനുസരിച്ച് വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെ. നമ്മൾ പറയില്ലേ ന്യൂ ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അതിന്റെ മാർക്കറ്റിംഗിൽ എന്താണ് സാധ്യത. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് വിറ്റഴിക്കണമെങ്കിൽ, അത് സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ അസസ്മെന്റ് നോക്കണം അല്ലെ. ഇപ്പോഴത്തെ ആവശ്യകത നമ്മൾ വിലയിരുത്തണം. നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. പ്രൈസിങ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് നമുക്ക് തോന്നിയ വില ഇടാൻ പറ്റുമോ? അതിന്റെ എന്താ പറയാ, നമ്മൾക്ക് അത് ചെലവായിലേക്ക് നോക്കി ഒരു ചെറിയൊരു ലാഭം എടുത്തുകൊണ്ട് നമുക്കൊരു ഒതുങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആളുകള് ഇപ്പൊ ഒരു ചെറിയൊരു സാധനം അതിന് നമ്മൾ ലോകത്തില്ലാത്ത വില ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം പ്രോഡക്റ്റ് എന്താ പറയാ സെയിൽ ആവണമെന്നില്ല അല്ലെ, മാർക്കറ്റിംഗ് സക്സസ് ആവണമെന്നില്ല.
അപ്പൊ അതിന്റെ പ്രൈസിങ് കൊടുക്കുക, നമുക്ക് നഷ്ടവും വരാൻ പാടില്ല അല്ലെ. അപ്പൊ അതൊക്കെ നോക്കി അതിന്റെ പ്രൈസിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വിൽപ്പനകൾ, പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊക്കെ എന്താണ്? ഫങ്ഷൻസ് ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നോട്ട് ചെയ്തിടുക. സെവറൽ ഫങ്ഷൻസ് നീഡ് ഏതൊക്കെയാ? നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നോക്കിയേ, ഇതും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലസ്. സർപ്ലസ് എന്ന് വെച്ചാൽ എന്താ? മിച്ചം, ലാഭം വിറ്റഴിക്കുക, മിച്ചം വിറ്റഴിക്കുക, അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നതാണ് മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു ഡാഷ്. എന്താണ്? മേക്ക് സെല്ലിംഗ് സർപ്ലസ്, മിച്ചം അല്ലെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക. ഇതാണ് വിൽപ്പന വർദ്ധിപ്പിക്കുക, എന്നാൽ മിച്ചം വിറ്റഴിക്കുക, വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലസ്. ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അതിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ പറഞ്ഞു. സെവറൽ ഫങ്ഷൻസ്, മാർക്കറ്റിംഗ്, സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷനിൽ ഒന്ന് മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലസ്. ഓക്കെ, ഇത്രയും മതി. ആ ഒരു പാരഗ്രാഫ് ഒന്ന് തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോ എല്ലാവരും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഞാനപ്പോ എടുക്കുമ്പോൾ തന്നെ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയണത്, അണ്ടർലൈൻ ചെയ്തിടാൻ പറയണത് പ്രത്യേകം അതിന്റെ ഒപ്പം തന്നെ എന്റെ ഒപ്പം തന്നെ എല്ലാവരും നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ ഒരു ഏരിയ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഫുള്ള് നമുക്ക് കവർ ചെയ്യുക അല്ലെങ്കിൽ എല്ലാം പറയും, ക്ലാസ്സിലെല്ലാം എടുത്തു പോകും. അതിന്റെ ഒപ്പം തന്നെ നോട്ട് ചെയ്യാൻ പറയുന്ന അന്നത്തെ ഉള്ളത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിടുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഒരുപാട് ടഫ് ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. മതിയോ? എടുക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് 3 പോയിന്റ് പറയില്ലേ മാർക്കറ്റിംഗിന്റെ? ഏതാണ് അത്? മാർക്കറ്റിംഗിന്റെ 3 പോയിന്റ് കഴിഞ്ഞിട്ടുള്ളൊരു 2 സെന്റൻസ് ഇല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 2 സെന്റൻസ്. Okay, marketing in hospital is fundamentally same as that of any business organization. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്? ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗിനും തുല്യമാണ്. അത് ഫണ്ടമെന്റലി സെയിം ആണ്. അതിൽ ഓരോ കാര്യങ്ങളും പ്രിൻസിപ്പിളും അതിന്റെ പല ഫങ്ഷൻസ് സ്റ്റെപ്സുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. എന്താ? ഹോസ്പിറ്റലിലെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി എന്താണ്? ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലെയും മാർക്കറ്റിംഗിന് തുല്യമാണ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന ഒരു ചെറിയൊരു ഇതുപോലെ തന്നേക്കുന്നേ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. മാർക്കറ്റിംഗ് എന്നത് അത് ഒരു എന്താ പറയാ, അൺഓർത്തഡോക്സ് എന്ന് പറഞ്ഞ ഒരു അനാചാരമായ രീതി. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴൊരു ഹെൽത്ത് കെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അനാചാരമായിട്ടുള്ള രീതിയായിട്ട് കണക്കാക്കുന്നു. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ആകാം, അതൊരു പ്രത്യേക ഒരു നിയമത്തെ മുറുകെ പിടിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് വായിച്ച് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ അപ്പൊ തന്നെ ഓരോ ക്ലാസ്സിലും പറയും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് ആ ഒരു ഏരിയ പഠിക്കുക കേട്ടോ. ഇതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കിപ്പോ എന്താണ് മാർക്കറ്റിംഗ് ഡെഫിനിഷൻ ആയിട്ടൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇത്രയും മതി. അപ്പൊ ഇത്രയൊന്ന് വായിക്കാം, ബാക്കിയൊക്കെ നാളെ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, miss.